ദൃശ്യം 3 30-ാം ദിവസം 330 കോടി എന്നുള്ള പോസ്റ്റർ നമ്മളെല്ലാവരും കണ്ടു. ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ടുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുള്ള സിനിമാ വീഡിയോകളുടെ താഴെ വന്നിട്ട് ചില അന്ധൻ എന്താ പറയുക ലാലേട്ടൻ ഫാൻസ് അല്ലെങ്കിൽ ഭക്തർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഇപ്പന്മാർ വന്നിട്ട് ചുമ്മാ അങ്ങോട്ട് കമൻ്റ് ഇട്ട് മെഴുകുക. 330 കോടി എത്തിയത് നീ കണ്ടില്ലേ, 330 കോടി ഇതിന് മേളിൽ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചുമ്മാ വന്നിട്ട് ഇങ്ങനെ ചൊറിയുന്ന ഫാൻസുകാരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് മെയ് 21-ാം തീയതി ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തിയത്. എത്ര തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്തെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വേൾഡ് വൈഡിൽ എത്ര തിയേറ്ററിൽ റിലീസ് ചെയ്തെന്നുള്ളത് നമുക്കറിയാം. സിനിമ ഏതാണ്ട് 58 മണിക്കൂർ കൊണ്ട് 100 കോടി ക്ലബിൽ കയറി എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അതിനുശേഷം 7-ാം ദിവസം ലാലേട്ടൻ തന്നെ ഒഫീഷ്യലിൽ ഇട്ടത് 200 കോടി ക്ലബിലെന്നാണ്. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ സിനിമ 330 കോടി വേൾഡ് വൈഡ് കളക്ഷൻ ടോട്ടൽ ബിസിനസ് എന്നുള്ള രീതിയിൽ ചെറിയ അക്ഷരത്തിൽ ഇതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. ടോട്ടൽ ബിസിനസ് 330 കോടി രൂപ. ഇതൊക്കെ നമ്മൾ അംഗീകരിച്ചു. ഒരു മലയാള സിനിമ 300 കോടി അല്ലെങ്കിൽ 500 കോടിയിലൊക്കെ എത്തുക എന്നുള്ളത് അത് നമുക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെ. പക്ഷേ ലാലേട്ടൻ്റെ സിനിമകൾ മാത്രം തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് അത് അതിവേഗം 50, 100, 200, 300 കോടി, അതായത് ലാലേട്ടൻ്റെ സിനിമയ്ക്ക് മുകളിൽ ഒരു സിനിമയും വരാൻ പാടില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു ഭക്തനായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്തരം പ്രൊമോഷൻ നമ്മൾ കാണുന്നത്. ഇപ്പോൾ പലരും എന്നെ പേഴ്സണലായിട്ട് സിനിമയിലുള്ള ആൾക്കാർ 2-3 പേര് എന്നെ വിളിച്ചിട്ട് ഈ 330 കോടിയുടെ ഒരു വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ്, പക്ഷേ ഇതെന്താണ് ചെയ്യുന്നതെന്നും നമുക്ക് അറിയത്തില്ല എന്നൊക്കെ പലരും ഞാനുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ 330 കോടി രൂപ ഇപ്പം ലാലേട്ടൻ്റെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് 17-ാം തീയതിയാണ്. അതായത് സിനിമ മെയ് 21-ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് റിലീസ് ചെയ്ത സിനിമ ഇന്ന് ജൂൺ 17 ആകുമ്പോഴത്തേക്ക് 27 ദിവസമേ ആവുന്നുള്ളൂ. ഈ സിനിമ 30 ദിവസം 330 കോടിയെന്ന് തള്ളിയത് കഴിഞ്ഞ ആഴ്ചയാണ്. അതായത് 24-ാം ദിവസമാണ് 30 ദിവസം എന്ന് തള്ളിയത്. കോടി തള്ളുന്നതിലൊന്നും നമുക്കൊരു പ്രശ്നമില്ല, പക്ഷേ ഈ ദിവസം തള്ളുന്നത് അതിച്ച് കടന്ന കൈയായിപ്പോയി. കാരണം ഇവിടെ ഉള്ള മനുഷ്യരൊക്കെ സാധാരണക്കാരാണ്, അവരൊക്കെ അരിയാഹാരം തന്നെ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരെയൊക്കെ എപ്പോഴും വിഡ്ഢികളാക്കാം എന്ന് വിചാരിക്കും. ഇപ്പം ലാലേട്ടൻ്റെ വൃഷഭ എന്നൊരു സിനിമ റിലീസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ സിനിമ റിലീസ് ചെയ്തതാണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ അതും ഈ പറഞ്ഞ കണക്ക് തള്ളി 50, 100 കോടിയിലൊക്കെ എത്തി. അതുപോലെ മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം പൊട്ടിപ്പാളീസായ സിനിമയാണ്, അതും 100 കോടി ക്ലബിലാണ്. 45 വർഷത്തിൽ ലാലേട്ടൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ലാലേട്ടൻ ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു ബാറോസ് എന്ന സിനിമ. അത് 150 കോടി ക്ലബിൽ കയറിയിട്ടുള്ള സിനിമയാണ്. മനുഷ്യൻ്റെ മക്കൾ തിയേറ്ററിൽ പോയിട്ടില്ല. അതായത് കാർട്ടൂൺ കാണുന്ന പിള്ളേർ വരെ കാലേ വാരി നിലത്തടിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. ഇതിനെക്കാട്ടി നന്നായിട്ട് ഇവിടുത്തെ പിള്ളേർ മൊബൈലിൽ എഡിറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോൾ വന്നിട്ടുള്ള ആ സാധനം 150 കോടി എത്തിയെന്നൊക്കെ തല. അപ്പം ആശീർവാദ് സിനിമാസ് പിടിക്കുന്ന സിനിമകൾ മാത്രം എപ്പോഴും 100 കോടി, 150 കോടി, 200 കോടി, 300 കോടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളിവിടുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് സത്യം? ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. കാരണം ഈ ഇപ്പോൾ പല പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമ എന്ന് പറയുന്നത് അത് ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ഫീൽഡാണെന്ന് പറയാറുണ്ട്. അപ്പം എൻ്റെ ഒരു ബലമായ സംശയം, ഈ ലാലേട്ടൻ്റെ സിനിമകൾക്ക് അല്ലെങ്കിൽ ഈ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡ്യൂസർക്ക് ആരാണ് ഇതിനൊക്കെ ഫണ്ട് നൽകുന്നത്? അല്ലെങ്കിൽ ഇപ്പം ലാലേട്ടൻ്റെ അടുപ്പിച്ച് വന്നിട്ടുള്ള ഒരുപാട് സിനിമകൾ ബോക്സ് ഓഫീസിൽ തകർന്ന് തരിപ്പണമായത് നമുക്കറിയാം. അതെല്ലാം ആശീർവാദ് പ്രൊഡക്ഷൻസിൻ്റെ സിനിമകളാണ്. അപ്പോൾ അത്രയും കോടികൾ നഷ്ടം വന്നിട്ടുള്ള ആ സിനിമയിൽ നിന്ന് വീണ്ടും എമ്പുരാൻ എന്ന് പറയുന്നൊരു സിനിമ ഏതാണ്ട് 150-180 കോടിയോളം ബഡ്ജറ്റ് ഇട്ടിട്ടാണ് ആ ഒരു സിനിമ ചെയ്തത്. അത് 226 കോടി എന്നുള്ള രീതിയിലൊക്കെ തള്ളി മറച്ചു വെച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് ആ സിനിമ സത്യം പറയാം ആ ഒരു വിവാദത്തിന് ശേഷം കുറച്ച് ആൾക്കാർ തിയേറ്ററിൽ പോയെന്നല്ലാതെ ആ സിനിമയ്ക്ക് ഈ പറയുന്ന രീതിയിലുള്ള കളക്ഷൻ കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ വ്യക്തമായിട്ട്. അപ്പം ലാലേട്ടൻ്റെ മുകളിലേക്ക് ആരും വരാനോ അല്ലെങ്കിൽ കളക്ഷനിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഏത് മേഖലയിലായിക്കോട്ടെ വരാൻ പാടില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന ഈ ഒരു പ്രൊഡ്യൂസർ ഇത് കൃത്യമായിട്ട് ഇത് അന്വേഷിക്കേണ്ടവർ അന്വേഷിക്കണം. കാരണം ഒരു മലയാള സിനിമ 100, 200, 300, 500 കോടിയൊക്കെ നേടുക എന്ന് പറയുമ്പോൾ ഒരു മലയാളിയെ സംബന്ധിച്ചോളം നമുക്ക് അത് സന്തോഷം തന്നെയാണ്. പക്ഷേ ഇവരുടെ സിനിമകൾ മാത്രം എന്താണ് ഇങ്ങനെ തള്ളിക്കയറ്റാനായിട്ടുള്ളൊരു കാരണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സോഴ്സ് എന്താണ് എന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് അത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു ജോലി തന്നെയാണ്. കാരണം മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. ഇപ്പം ലോക സിനിമ അത് 302 കോടി രൂപ ആണ് ടോട്ടൽ അതിൻ്റെ കളക്ഷൻ എന്നുള്ള റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതിന് മുകളിലാണ് ഇപ്പം 30 ദിവസം എന്ന് പറഞ്ഞിട്ട്
ആ 24-ാമത്തെ ദിവസം തന്നെ 330 കോടി 30 ദിവസം എന്ന് പറഞ്ഞ് തള്ളിമറിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടത് അത് അനിവാര്യമാണ്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് ഇട്ട് മെഴുകുന്നവന്മാർക്കുള്ള ഒരു മറുപടിയും കൂടെ ആയിട്ടാണ് ഞാനിത് എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതെന്തായാലും അന്വേഷിക്കണം. കാരണം മലയാള സിനിമയിൽ ഇങ്ങനെ കള്ളപ്പണം ഒഴുക്കി അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നത് എന്നുള്ളത് സത്യസന്ധമായിട്ട് അന്വേഷിക്കും. അപ്പോൾ പലരും വന്നിട്ട് പറയും മമ്മൂക്കാക്ക് 100 കോടി ഇല്ലാത്തതിൻ്റെ ഒരു പ്രസ്റ്റേഷനാണ് എന്നൊക്കെ വന്നിട്ട് പറയുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയും കൂടെയാണ് തള്ളിമറിക്കാതെ സത്യസന്ധമായിട്ട് എത്ര കളക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇത് അന്വേഷിക്കേണ്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവർ അത് അന്വേഷിക്കുക, അതിന് വേണ്ട നടപടികൾ എടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ ഒരുപാട് കള്ളപ്പണങ്ങൾ ഒഴുക്കിക്കൊണ്ട് ഇത്തരത്തിൽ കോടികൾ തള്ളിക്കയറ്റുന്ന സിനിമകൾ ഇനിയും ഉണ്ടാകും. അല്ലാത്തൊരു നേട്ടം മലയാള സിനിമയ്ക്ക് ഇത്ര പെട്ടെന്ന് കിട്ടുന്നതിൻ്റെ ഒരു ഗുഡൻസ് എന്താണ് എന്നുള്ളത് മലയാള സിനിമ പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.